1500 കിലോമീറ്ററാണ് സുലൈമാൻ നബിയുടെ നാട്ടിൽ നിന്ന് ബൽഖീസിന്റെ നാട്ടിലേക്ക് സബയിലേക്കുള്ള ദൂരം. ഈ 1500 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ച് അവിടെ നിന്ന് സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ചിവിടെ എത്താൻ അവന് ആവശ്യമുള്ള സമയം ഉച്ചയാകുവോളമുള്ള സമയം. ഉച്ചക്ക് സദസ്സ് പിരിയും. അപ്പൊ താങ്കൾ സദസ്സിന് എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഓന്റെ സ്പീഡ് അതാണ് ആ ജിന്നിന്റെ സ്പീഡ്. അപ്പൊ അവൻ പറഞ്ഞു, ഒരു മല്ലനാണ്, ഒരു ദുഷിച്ചവനാണ്, ഇഫ്രീത്താണ്. അവൻ പറഞ്ഞു, താങ്കൾ ഈ സദസ്സ് പിരിയും മുമ്പ് ഞാൻ കൊണ്ടെത്തിക്കാം. ഓന്റെ കഴിവാതാ. അപ്പൊ സുലൈമാൻ ഇസ്ലാം സ്വീകരിച്ചില്ല. കാരണം അതിനു മുമ്പ് ഇവിടെ എത്തണം. അപ്പോൾ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു, താങ്കൾ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് ഞാൻ എത്തിച്ചു തരാം. ഈ ആള് ആര്? കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു എന്നാണല്ലോ. ഇത് ആരാണ്? തഫ്സീറിൽ ധാരാളം ചർച്ചയുണ്ട്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം അത് സുലൈമാൻ നബിയാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന സ്വാലിഹായ മനുഷ്യനാണ്. സുലൈമാൻ നബിയാണ് എന്ന് പറഞ്ഞവർ ന്യായം പറഞ്ഞത് കിതാബിൽ നിന്ന് ഇൽമുള്ള ആൾ പറഞ്ഞു എന്നാണല്ലോ. ഒരു നബി ജീവിച്ചിരിപ്പുണ്ടാകുമ്പോൾ കിതാബിൽ ഇൽമുള്ള ആള് എന്ന് പറഞ്ഞത് ആരാണ്? ആ നബി തന്നെയാണ്. ആ നബി പറഞ്ഞു കൊടുത്ത ഇൽമല്ലേ സമൂഹത്തിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് നബിയേക്കാളും കിതാബ് തിരിയുന്ന ആള് അന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇൽമുമ്മേ കിതാബുള്ള ആൾ എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി ഇസ്ലാം തന്നെ. അപ്പൊ സുലൈമാൻ നബി ആരോടാ ഇത് പറഞ്ഞത്? കണ്ണ് ചെമ്മി തുറക്കുമ്പോൾ ഞാൻ എത്തിക്കാന്ന് പറഞ്ഞ ആരോടാ? ഈ ഇഫ്രീത്തിനോട്. ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ എണീക്ക് മുമ്പ് കൊണ്ടുവരാം. അപ്പൊ പറഞ്ഞു, അല്ല, നീ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇതാണ് ഒരു വ്യാഖ്യാനം. ഇമാം റാസി ആ വ്യാഖ്യാനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. അപ്പൊ പിന്നെ എന്തിനാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത്? അത് ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞു, ഇന്നമാ അറാദ സുലൈമാനു ഇദ്ഹാറ മുഅ്ജിസത്തിൻ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അവിടെ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഫതഹദ്ദാഹും അവ്വല, എന്നിട്ട് ആദ്യം അവരെ വെല്ലുവിളിച്ചു. അപ്പൊ വെല്ലുവിളിച്ചപ്പോ ആർക്കാ കഴിയാ? അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും കഴിവുള്ള അനുബന് ഓൻ പറഞ്ഞു, ഞാൻ ഉച്ചയാകുമ്പോഴേ കൊണ്ടുവരാം. അതിനപ്പുറം ആർക്കും കഴിയില്ലാന്ന് ഉറപ്പായി. ശരി, എങ്കിൽ അതിനേക്കാളും മുമ്പ് ഞാൻ കൊണ്ടുവന്നേരാം. അപ്പൊ ആ കഴിവിന് അതീതമാണ് ഇത്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ അത് ഇവിടെ എത്തിയത് മുഅ്ജിസത്താണ്. അത് അദൃശ്യ മാർഗമാണ്, അത് അഭൗതിക മാർഗമാണ്, അത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്, അത് മറഞ്ഞ വഴിക്കാണ്. പക്ഷെ അത് സുലൈമാൻ നബിയുടെ കഴിവല്ല. സുലൈമാൻ നബിക്ക് അദൃശ്യമായ കഴിവില്ല. അതുകൊണ്ടാണ് ആ സിംഹാസനം അവിടെ എത്തി. അത് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ. ഈ രണ്ടാമത്തെ അഭിപ്രായം ആസഫാണ്. ആസഫ് സുലൈമാൻ നബിയുടെ മന്ത്രിയാണ്, സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹമാണെങ്കിൽ ഇതെങ്ങനെ ചെയ്തു? അദ്ദേഹത്തിന് അദൃശ്യമായ കഴിവുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം ചെയ്തതെന്താ? അദ്ദേഹം കാന യഅലമു ഇസ്മല്ലാഹിൽ അഅ്ലം ഇദാ ദുഇയ ബിഹി ഉജീബ. അദ്ദേഹത്തിന് ഇസ്മുൽ അഅ്ലം അറിയാമായിരുന്നു. ആ ഇസ്മുൽ അഅ്ലം വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമായിരുന്നു. അങ്ങനെ ആസഫ് ബിൻ ബർഖിയ വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആ തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട്. ദുആ ചെയ്തു. ആ ദുആയുടെ ഫലമായി ആ സിംഹാസനം അവിടെ എത്തി. അപ്പോൾ അത് കറാമത്താണ്. കറാമത്ത് അദൃശ്യ മാർഗമാണ്, അഭൗതിക മാർഗമാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. പക്ഷേ കറാമത്ത് ആരിലൂടെ വന്നുവോ അവരുടെ കഴിവല്ല. ആസഫിന് ആ കഴിവില്ല. ആസഫ് ദുആ ചെയ്തു, ദുആക്ക് ഉത്തരമായി അല്ലാഹു എത്തിച്ചു. അതുകൊണ്ട് ആസഫ് ആണെങ്കിലും ആയത്തിന്റെ ബാക്കി എന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്നെ പരീക്ഷിക്കാൻ. അപ്പൊ അവിടെ സഹായം തേടുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. സുലൈമാൻ നബി ഒന്നുകിൽ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയുടെ അവർക്ക് എന്തെല്ലാം കഴിയും എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അതിനധീനമായി മുഅ്ജിസത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ആസഫാണെങ്കിൽ കറാമത്ത് പ്രത്യക്ഷപ്പെട്ടു. മുഅ്ജിസത്താണെങ്കിലും കറാമത്താണെങ്കിലും ആരിലൂടെ വന്നുവോ അവരുടെ കഴിവല്ല, റബ്ബ് നേർക്ക് നേരെ ഇടപെടുന്നു. അതേസമയം അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ. ഒരു സൃഷ്ടിക്കും ആ കഴിവില്ല. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമായി ചെയ്യാൻ ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരും
നമ്മളും നമ്മൾ അഭിപ്രായ വ്യത്യാസം എന്താ? അദൃശ്യ മാർഗത്തിലുള്ള തേട്ടം ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് അത് മഹാന്മാരോട് ചെയ്യാൻ പറ്റും എന്ന് സമസ്തക്കാർ. എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് വാദപ്രതിവാദമുണ്ടായി EK വിഭാഗം സമസ്തക്കാരുമായിട്ട്. ആ വാദപ്രതിവാദത്തിൽ EK വിഭാഗത്തോട് മുജാഹിദ് ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു. കാരണം അവര് വാദമെഴുതിയത് മഹാന്മാര് ഈ ലോകത്തിന്റെ സൃഷ്ടാക്കളല്ല, മഹാന്മാര് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടുകയാണെങ്കിൽ അത് ശിർക്കല്ലാണ്. ഒരു മഹാന്മാരെ വിശ്വസിച്ചാൽ മതി, സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ തേട്ടം ശിർക്കല്ല. അപ്പോൾ മുജാഹിദുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ മഹാനാണെന്നും സൃഷ്ടാവല്ലെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുഹീദ്ദീൻ ശൈഖിനോട് തേടി, യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? അതിന് MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന EK സമസ്തയുടെ പ്രഭാഷകൻ പറഞ്ഞത്, അത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, അത് തെറ്റല്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് തർക്കം. ആ ക്ലിപ്പുണ്ടോ? അവിടെയാണ് തർക്കമുള്ളത്. അത് പറ്റോ പറ്റില്ലേ? അത് തീർച്ചയായും റബ്ബിനോട് മാത്രം ചെയ്യേണ്ടതാണ്. അതാണ് ഇയ്യാക നസ്തഈൻ എന്ന് കേൾപ്പിച്ചു. അതാണ് ഇയ്യാക നസ്തഈൻ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. അല്ലാന്ന് വിശ്വസിച്ചാൽ, സൃഷ്ടാവല്ലാന്ന് വിശ്വസിച്ചാൽ ശിർക്കില്ല, കുഴപ്പമില്ല. അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. ഖാലിഖാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, ആ വിശ്വാസം ഇല്ലേ ശിർക്കാവില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് സുന്നി പ്രവർത്തകരുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കാണ് ഇത് അംഗീകരിക്കാൻ കഴിയാം? ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അങ്ങനത്തെ നമ്മൾ ചോദിച്ചത്. ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ ശിർക്കാണോ? ഇവിടുത്തെ നാടന്മാരായ സുന്നികളെ മുഴുവൻ പറയുന്നത് അത് ശിർക്ക് തന്നെ, ഒരു സംശയവുമില്ല. ഇതിന് ശേഷം ഒരുപാട് മുസ്ലിയാക്കന്മാർ സ്വകാര്യമായി കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാന്നല്ലേ നിങ്ങളെ വിശ്വാസം? അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല കേട്ടോ, അത് പാടില്ല, ശിർക്ക് തന്നെയാണ്. എന്നാ നിങ്ങളൊരു മുസ്ലിം ഇങ്ങനെ പറഞ്ഞല്ലോ? അങ്ങനെ പറയില്ല, പറഞ്ഞിട്ടുണ്ട്. അത് പറയില്ല, പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കൂല. ഇതാണ് മുസ്ലിയാക്കന്മാരടക്കം സാധാരണക്കാരായ മുസ്ലിയാക്കന്മാരുടെ മനസ്സ്. സാധാരണ സുന്നികളെ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന്? എന്നാ അതാണ് മൂലയന്മാരെ ഉള്ളു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇത് മുഹീദ്ദീൻ ശൈഖിനോട് തേടാം, അതിനൊരു കുഴപ്പമില്ല. അതിനാണ് സുലൈമാൻ നബിയുടെ സംഭവം ഒരു തെളിവാക്കി സാധാരണക്കാരെ പഠിപ്പിക്കുന്നത്. സുലൈമാൻ നബിയുടെ സംഭവം നേരത്തെ പറഞ്ഞു. എന്താ? ആരോടോ സിംഹാസനം കൊണ്ടുവരാൻ. അപ്പോൾ ജിന്ന് പറയാ, കാഫിറായ ഇഫ്രീത്തായ ഖബീസായ ജിന്ന് പറയാ, ഞാൻ കൊണ്ടുവന്ന ഉച്ചാകുമ്പോഴേക്ക്. അത് തെളിവെന്തിന്? മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാൻ. അപ്പൊ അദൃശ്യ മാർഗത്തിൽ റബ്ബിനോട് തേടാവൂ. ആ തേട്ടം റബ്ബേ കേൾക്കൂ. ദുആ കേൾക്കുന്നവൻ അല്ലാഹ്, സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ അല്ലാഹ്. എന്നാൽ ചില മനുഷ്യന്മാർ ഇപ്പൊ പറയാൻ തുടങ്ങി, ദുആ അല്ലാഹു അല്ലാത്തവർ കേൾക്കും. ഹനീഫ് കായ്ക്കുടിയെ പോലെയുള്ള, അനസ് മൗലിയെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ അവർ പുതിയ ചില ആദർശ വഴികൾ തേടി പുതിയ രൂപത്തിലേക്ക് ഖുറാഫാത്തിന്റെ ഒരു തലത്തിലേക്ക് പോയപ്പോൾ ഇപ്പൊ അവരും പറഞ്ഞു അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കും. അല്ലാഹു മാത്രമല്ല ദുആ കേൾക്കുന്നവൻ, ജിന്നുകൾ ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും. ഒരു ആദ്യം പറഞ്ഞു തുടങ്ങിയിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് ഇത് പറഞ്ഞാൽ മനുഷ്യന്മാർ സമ്മതിക്കൂലല്ലോ. അതുകൊണ്ട് ആദ്യം അവര് ഈ പുത്തൻവാദം കേറി തുടങ്ങിയ ആദ്യ ഡേറ്റുകളിൽ അവര് പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. പിന്നെ പറഞ്ഞു ജിന്നിനും മലക്കിന്റെ ഒക്കെ കഴിവ് അദൃശ്യമായ കഴിവാണ്. അപ്പൊ ഞങ്ങളൊക്കെ അന്തം മുട്ടി, എന്താണ് ഇപ്പൊ ഇവർക്ക് പറ്റിയത്? നമ്മൾ ഇത്രയും കാലം പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഇവർക്ക് എന്തോ പറ്റി? ജിന്നിനും മലക്ക് അദൃശ്യ കഴിവുണ്ടെന്നോ? ഇവരെ എവിടേക്കായി പോണത്? അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമായിട്ടോ, ഈ പോക്ക് നിങ്ങൾ തിരുത്തണം. പക്ഷേ അങ്ങനെ പോയി 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 അവസാനം കഴിഞ്ഞ ആഴ്ച പ്രസംഗത്തിൽ ഹനീഫ് കായ്ക്കുടി പറഞ്ഞു ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രമല്ല,
ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രമല്ല, ഖുർആൻ പറഞ്ഞതോ സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ അല്ലാഹുവിന്റെ വിശേഷണമാണ്. ദുആ കേൾക്കുന്നവൻ എന്ന അല്ലാഹുവിന്റെ വിശേഷണ സമീഉദ് ദുആ. പക്ഷെ ഹനീഫ് കായക്കൂടി പറഞ്ഞതോ ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമല്ല, ജിന്ന് ദുആ കേൾക്കും, മലക്ക് ദുആ കേൾക്കും, ശൈത്താൻ ദുആ കേൾക്കുന്ന ആ ക്ലിപ്പിന്റെ മോനെ അതും കൂടി കേട്ടാണ് ക്ലിയർ ആയി. അവിടെയാണ് യഥാർത്ഥത്തിൽ വ്യതിയാനം കിടക്കുന്നത്. പറയട്ടെ. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലാമ്പ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു അവസരം തരികയാണെങ്കിൽ ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമാനാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സുലൈമാൻ പറഞ്ഞു, താക്കടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താൽ ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കെങ്കിൽ കേൾക്കുന്നു നാസർ സുലൈമാൻ ഉത്തരം പറയാം, കേൾക്കുമെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സുലൈമാൻ ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും, പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. ഓഫീസിലൂടെയാണ് പാക്കടി തന്നതിന് ഉത്തരം പറയേണ്ടിരുന്നത്. ഏതായാലും പിന്നെ ദുആ കേൾക്കും എന്നാണ് കാക്കടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കരുത്. ആയത്തല്ലേ നേരത്തെ എഴുതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ശരി, പ്രസിഡീയത്തിന്റെ അനുവാദപ്രകാരം നിങ്ങൾക്ക് ഒരവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്ക് എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്താൽ, അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കോ കേൾക്കില്ല ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളോട് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെ മലക്കുകളെ പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം. അല്ലാതെ ഫൈസൽ മുസ്ലിം മലക്കുകളെ ദുആ കേൾക്കുകയില്ല, അതേപോലെ ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ തെളിവ് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ തെളിവില്ല? ഉള്ള തെളിവുകൾ കേൾക്കുമെന്നതിന് തന്നെയാണ്. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, അതാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല. അവരോടുള്ള സഹായത്വം അവർ കേൾക്കുന്നത് തന്നെ ദുആ ആവുകയില്ല എന്നതിനെന്താ തെളിവ്? അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും. റഖീബ് അതീദ് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഇത് ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കൂല. മിൻ ഖൗലിൻ ലാ റഖീബുൻ അതീദ് വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. അപ്പൊ അത് പ്രകാരം ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? പിന്നെ അതില്ല. അത് ഏറ്റവും വലിയ അപകടമാണ്. ദുആ കേൾക്കൂല. മൗലവി, ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഇത് ദുആ ഞാൻ വിശ്വസിക്കുന്നു, ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഒരു പഠിപ്പിനും കഴിയില്ല. മലക്കുകൾ കേൾക്കാൻ കഴിയും? ഇല്ല. അതായത് ഇപ്പൊ മൗലവി പറഞ്ഞ പ്രകാരം കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾക്കാണ്, മരങ്ങൾക്കാണ്, അത് ജിന്നിനും മനുഷ്യനുമല്ല. ഞാൻ പറയുന്നു കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് ഏത് മഖ്ലൂക്കിനും ബാധകമാണ്. കാരണം ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് കഴിയില്ല.
അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവിടെ ഹും എന്നാണ് പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു. ഉത്തരം ചെയ്യാത്തവരെ ദുആ ചെയ്യുന്നവരെക്കാളും വഴിപിഴച്ചവൻ ആര്? അവിടെ മന്നാണ്, ആ ബുദ്ധിയുള്ളവരെ പറ്റിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആ ആളെ പറ്റി എന്ത് പറഞ്ഞു? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ മന്ന് അത് ഇൻസാവാം, ജിന്നാവാം, മലക്കാവാം, അമ്പിയാക്കളാവാം, അല്ലാത്തവരാവാം. അവരൊക്കെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവന്റെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. നേരത്തെ മൗലിയാളോ ആയത്തോതിയത്. ഈ ആയത്തിന്റെ നസ്സുപ്രകാരം ലോകത്ത് റബ്ബല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല. അവരൊക്കെ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാണ്. ഈസാ നബിയെ കോടാനക്കോടി ക്രിസ്ത്യാനികൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈസാ നബി പറയുന്നത് എന്താ? പരലോകത്ത് ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ്, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം നീയാണ് റബ്ബേ എല്ലാം നിരീക്ഷിക്കുന്നവൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വിളിച്ചത് ഈസാ നബി കേട്ടിട്ടേ ഇല്ല. ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. എന്നിട്ടും ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ദുആ ഈസാ നബി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ദുആ കേൾക്കാൻ റബ്ബിനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല. അത് കല്ലിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ജിന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയൂല, ആർക്കും കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും മൊഹീദ്ദീൻ ഷെയ്ഖും ജിന്നും ഒരുപോലെ തുലനപ്പെടുത്താൻ നിവൃത്തിയില്ല. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് കാണുമെന്നും കേൾക്കുമെന്നും വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ജിന്നും മലക്കും കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ, ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സങ്കല്പിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ ഏതു പടപ്പും ദുആ കേൾക്കാൻ ഉത്തരം ചെയ്യാനോ സാധിക്കുന്നവർ അല്ല എന്ന കാര്യത്തിലും സംശയിക്കാനില്ല. എന്നാൽ ഒരു വിളി ശിർക്കാകുന്നത് ഈ പറഞ്ഞ മാനദണ്ഡം അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന മാനദണ്ഡ പ്രകാരമാണ് ഒരു വിളി ശിർക്കാകുന്നതും ശിർക്കാകാതിരിക്കുന്നതും. രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും. റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. ഏറ്റവും ഓഫീസിനോടാണ് ഒരു താക്കോട് എന്നതിന് ഉത്തരം പറയേണ്ടത്. ഏതായാലും പിന്നെ ദുആ കേൾക്കും എന്നാണ് താക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്നും ശ്രദ്ധിക്കരുത്. ആയത്തല്ലേ നേരത്തെ എഴുതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. കണ്ടോ, റഖീബാത്തിന് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, ജിന്നുകൾ ദുആ കേൾക്കും. ആര്? സാക്ഷാൽ ഹനീഫ് കായക്കൊടി. നമ്മൾ പേടിക്കണം സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്ത് ഒരുപാട് സംവാദം നടത്തി ഖുറാഫികളുമായി ദുആ എന്ന വിഷയത്തിൽ തന്നെ ധാരാളം വാദപ്രതിവാദം ഖണ്ഡനം നടത്തിയ ആളാണ്. പക്ഷേ ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാൻ നമുക്കൊക്കെ ഒരുപാട് പാഠം ഇതിൽ നിന്നുണ്ട്. ഇത്രയും കാലം പറഞ്ഞ ആശയത്തിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ചെറിയ ചില വ്യതിയാനം അദ്ദേഹത്തിന് ആരംഭിച്ചു. അതിന്റെ തുടക്കമായിരുന്നു ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന പുതിയ വാദവുമായി അയാൾ വന്നു. ഖുർആൻ പഠിപ്പിച്ചതോ ഹദീസ് പഠിപ്പിച്ചതോ അഭൗതികമായ അദൃശ്യമായ കഴിവുകൾ അള്ളാന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് സമീഉദ് ദുആ എന്ന് അള്ളാഹിനെ പറ്റി പരിചയപ്പെട്ടത്. മുജീബുദ് ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നതാണ് അള്ളാഹു മാത്രം, വേറെ ആർക്കും കഴിയില്ല. ആർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചോ അവിടെ ശിർക്ക് വന്നു. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് ജിന്നിനും മലക്കും അദൃശ്യ കഴിവുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തി. ആദ്യം മൂപ്പര് പറഞ്ഞു ജിന്നും മനുഷ്യൻ തമ്മിൽ എന്ത് കാര്യകാര ബന്ധമുള്ളത് പറഞ്ഞു ഇപ്പൊ ഇവിടെത്തി. ജിന്നിനോട്, മലക്കിനോട്, റഖീബ് അതീദിനോടൊക്കെ ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ആ ദുആ അവര് കേൾക്കും. ആ വിളി, ആ വർത്തമാനം കേൾക്കുന്നതാണെങ്കിൽ അത് പിന്നെയും ന്യായമാണ്. പക്ഷെ ദുആ കേൾക്കുമെന്നാണ് പറഞ്ഞത്. അത്രയും വലിയ അപകടത്തിൽ എത്തിപ്പെട്ടു. അപ്പൊ സമസ്തക്കാര് പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്ഖും ദുആ കേൾക്കും, ജിന്നും ദുആ കേൾക്കും, മലക്കും ദുആ കേൾക്കും. കായക്കൊടി പറഞ്ഞു ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും. മരിച്ചവരെ പറ്റി അത് എപ്പോ പറഞ്ഞിട്ടില്ല, അത് പറയാതിരിക്കാൻ കഴിയില്ല മൂപ്പർക്ക്. സമസ്തക്കാര് അമ്പലക്കടവ് ഫൈസി പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് എന്ന പുസ്തകത്തിന് 547-ാമത്തെ പേജിൽ എഴുതി
ജിന്നിനും മലക്കിനും മഹാന്മാർക്കും അഭൗതിക കഴിവുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അഖീദത്തു സുന്ന എന്ന പുസ്തകത്തിന് ഒരുപാട് സ്ഥലത്ത് എഴുതി ജിന്നിനും മലക്കിനും മഹാന്മാർക്കും അഭൗതിക കഴിവുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പുളിക്കൽ വെച്ചെത്തിയ മുഖാമുഖത്തിന് പറഞ്ഞു ജിന്നിന് മലക്കിനെല്ലാം അഭൗതികമായി സഹായിക്കാൻ കഴിയും. അഭൗതിക സഹായം പഠിച്ചോ മാത്രമല്ല ചെയ്യാ. അന്ന് എതിർത്ത വരുന്ന ആളാണ് ഈ കായക്കുലൊക്കെ. ആ കായക്കുല പിന്നെ പറഞ്ഞത് മഹാന്മാർക്ക് പോട്ടെ, പക്ഷെ ജിന്നും മലക്കിനും അഭൗതിക കഴിവുണ്ട്. ആ നെല്ലിക്കുത്തിനെ കളിപ്പുണ്ടോ അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താണ്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും ധരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അതെ, അന്ന് ഇദ്ദേഹം ഇത് പ്രസംഗിച്ചപ്പം മറുപടി കൊടുത്താരാ? ഹനീഫ് കായക്കുടിയ. അന്ന് അദ്ദേഹം പറഞ്ഞെന്താ? അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ. മലക്കുകൾ സഹായിക്കും ശരിയാണ്, പക്ഷെ ആ സഹായം അഭൗതിക സഹായമല്ല. മലക്കുകളുടേതായ കാര്യകാല ബന്ധമുണ്ട്, അവരുടേതായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലെ മലക്കുകളും പ്രവർത്തിക്കൂ, ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലെ ജിന്നും പ്രവർത്തിക്കൂ, ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലെ മനുഷ്യരും പ്രവർത്തിക്കൂ. ഒരു പടപ്പിനും കഴിയില്ല. ആ കായക്കുടിയാണ് പിന്നെ എന്തു പറഞ്ഞത്? ജിന്നും മലക്കും അഭൗതികമാണ്. മാത്രമല്ല ഈ 2013 ഫെബ്രുവരി 1, ഫെബ്രുവരി 8 തീയതികളിൽ ഇറങ്ങിയ വിചിന്തനത്തിന് ആവർത്തിച്ചു വന്നു ഒരു ലേഖനം. ഹെഡിങ് തന്നെ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ എന്ന് ഫെബ്രുവരി 1, ഫെബ്രുവരി 8, 2013. എന്നാൽ 2007 ഫെബ്രുവരി 16 വിചിന്തനത്തിന് വന്നതോ ജിന്നും മലക്കും അഭൗതികമാണെന്ന് ബുദ്ധിയുള്ള ഒരാളും പറയില്ല. ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയില്ല ജിന്നും മലക്കും അഭൗതികമാണെന്ന്. 2007 ഫെബ്രുവരി 16. 2013 ഫെബ്രുവരി 1, 8 തീയതികളിൽ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ആ വ്യതിയാനത്തിലേക്ക് അവർ എത്തി. അപ്പൊ ഖുറാഫികൾ പറഞ്ഞു മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയാ, അദ്ദേഹം കേൾക്കും, അദ്ദേഹം അത് അറിയും, അദ്ദേഹം അത് ഉത്തരം ചെയ്യും. കാരണം എന്താ? അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമല്ല മുഹീദ്ദീൻ ശൈഖിനുണ്ട്. ഇവര് പറഞ്ഞ അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമല്ല ജിന്നിനും മലക്കിനുണ്ട്. മുജാഹിദീങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നു അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനും ഇല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അത് ശിർക്കല്ല, അല്ലേ? അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ശിർക്കല്ല. അള്ളാഹിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ശിർക്കല്ലല്ലോ. അള്ളാഹിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അല്ലെ? അപ്പൊ അള്ളാഹു എന്നെ പറയുന്നത് റസൂൽ സഹായിയാന്ന് ഖുർആനിൽ പറയുന്നു. അള്ളാഹിന്റെ കൽപ്പനയാ. അപ്പോ അള്ളാഹിന്റെ കൽപ്പന നമ്മൾ അംഗീകരിക്കണ്ടേ? അള്ളാഹു റസൂൽ സഹായിയാന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് സഹായിയായി കൂടെ? പ്രാർത്ഥന അല്ല, ഇബാദത്തല്ല, കേവല സഹായം. സൂറത്തുൽ മാഇദയിൽ ഇന്നമാ വലിയ 55-ാമത്തെ ആയത്താണ്. അതായത് അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യുക തന്നെ വേണം. അള്ളാഹു തആല പറഞ്ഞ ആയത്തിൽ റസൂൽ നമ്മുടെ സഹായിയാണ്, ശരിയാണ്. റസൂൽ മാത്രമല്ല, നമ്മളെല്ലാവരും പരസ്പരം സഹായികളാണ്. ആ ആയത്തിൽ തന്നെ അതുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹു വറസൂലുഹു ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. സൂറത്തുൽ മാഇദയിലാണ് ആയത്ത്. അതായത് ഏതായാലും ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, നിങ്ങളെ വലിയ അള്ളാഹുവാണ്, അവന്റെ റസൂലാണ്, നമസ്കാരവും സകാത്തുമുള്ള റുകൂഅ് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളുമാണ് നിങ്ങളെ വലിയ. ഇതാണ് ആയത്തിന്റെ ആദ്യ ഭാഗം, 55-ാമത്തെ ആയത്ത്. മറ്റേത് 56-ാമത്തെ ആയത്ത്. അപ്പൊ അള്ളാഹു വലിയാണ്, റസൂല് വലിയാണ്, നമസ്കാരവും സകാത്തുമുള്ള റുകൂഅ് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളും വലിയാണ്. ആയത്ത് പ്രകാരം ഞാനും നിങ്ങളും തമ്മിൽ വലിയകളാണ്. ഞാൻ നിസ്കരിക്കാറുണ്ട്, റുകൂഅ് നിർവഹിക്കാറുണ്ട്, സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ അത് കൊടുക്കാറുമുണ്ട്.
താങ്കൾ നിസ്കരിക്കാറുണ്ട്, റുക്കൂ ചെയ്യാറുണ്ട്, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കാൻ സന്നദ്ധനുമാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഔലിയാക്കളാണ്, നമ്മൾ തമ്മിൽ സഹായികളാണ്. അടുത്ത ആയത്ത് പറഞ്ഞതോ അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും ആരാണോ വലിയാക്കിയത്, ഉത്തരം കേൾക്കി കഴിഞ്ഞു, ആരാണോ വലിയാക്കിയത് അല്ലാഹുവിന്റെ കക്ഷി അവരാണ് വിജയിക്കുന്നവർ. അപ്പൊ ഈ വലിയായി സ്വീകരിച്ചോനെ അള്ളാന്റെ പാർട്ടിയാകും, അവനെ വിജയിക്കുകയുള്ളൂ. അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും വലിയായി സ്വീകരിക്കുന്നവർ അള്ളാന്റെ പാർട്ടി, അള്ളാന്റെ പാർട്ടിയാണ് വിജയിക്കുന്നവർ. ഇത് ഈ നമ്മൾ സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയ്ക്ക് തെളിവാണെങ്കിൽ, അതാണ് മൂലയന്മാര് പറയുന്നത്, തെളിവാണെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇസ്തിഗാസ ചെയ്യാന്നല്ല, ചെയ്തോളാം. കാര്യം ചെയ്യുന്നോനെ അള്ളാന്റെ പാർട്ടിയാകൂ, അള്ളാന്റെ പാർട്ടിയെ വിജയിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തമ്മിലൊക്കെ ഇസ്തിഗാസക്കിനെ മഹാന്മാരെ മാത്രം തേടി പിടിക്കണമെന്നില്ല. ബാപ്പാക്ക് മോനോട് ഇസ്തിഗാസ ചെയ്യാം, മോന് ബാപ്പാട് ഇസ്തിഗാസ ചെയ്യാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇസ്തിഗാസ ചെയ്യാം, ഭർത്താവിന് ഭാര്യനോട് ഇസ്തിഗാസ ചെയ്യാം. ഇല്ല, അതാണോ അവിടെ പറഞ്ഞ വിലായത്ത്? ഒരിക്കലുമല്ല. പിന്നെ എന്താണ് പറഞ്ഞത്? വിശ്വാസികൾ പരസ്പരം വിലായത്തുണ്ട്, സഹായമുണ്ട്. നബിയും നമ്മളും തമ്മിൽ ആ വിലായത്തുണ്ട്. നബി നമുക്ക് നബിയിൽ നിന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സഹായങ്ങൾ അതെല്ലാ കാലത്തും കിട്ടുമെന്ന് പഠിപ്പിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ ദീന് പഠിക്കാൻ നമുക്ക് അവസരം കിട്ടും എങ്ങനെ? റസൂലുള്ളാഹിന്റെ ഹദീസുകളുണ്ട്, ഇപ്പോഴും റസൂലുള്ളാഹിന്റെ ഹദീസുകളുണ്ട്, ആ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് ഹദീസ് നമ്മൾ പഠിച്ചു, ദീന് പഠിഞ്ഞു, അതൊരു വിലായത്താണ്. ഈ ഹദീസ് നമുക്ക് കിട്ടിയത് എങ്ങനെ? ഇമാം ബുഖാരിയിലൂടെ നമുക്ക് കിട്ടി പറഞ്ഞു. ഇമാം ബുഖാരി തേടി പിടിച്ച് എല്ലാം അന്വേഷിച്ച് കിതാബ് എഴുതിയോണ്ട് നമുക്ക് കിട്ടി. ഇമാം ബുഖാരിയുടെ ആ സഹായം നമുക്ക് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഹദീസ് പഠിക്കാൻ ഇമാം ബുഖാരി നമുക്ക് ഇപ്പോഴും സഹായിക്കുക. അതിനർത്ഥം നമുക്ക് സഹീഹ് ബുഖാരി വായിക്കുമ്പോൾ ഹദീസ് സംശയം ഉണ്ടെങ്കിൽ ഇമാം ബുഖാരിനെ വിളിച്ചു ചോദിക്കാമെന്നല്ലോ. ഇമാം ബുഖാരിയുടെ കിതാബുകൾ വായിക്കുമ്പോൾ ഒരു ഹദീസ് നമ്മൾ ക്ലിയർ ആയില്ല, എന്നാ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുക, അദ്ദേഹം വലിയാന്നല്ലേ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാലോ? അതബദ്ധമാണ്. എന്നാൽ ഇമാം ബുഖാരി നമുക്ക് സഹായി അല്ലേ? ആണ്. എന്തുകൊണ്ട്? അദ്ദേഹം സഹീഹ് ബുഖാരി എന്ന കിതാബ് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് എത്ര സഹായി. അതാണ് അവിടെ പറഞ്ഞ വിലായത്ത്. ഇസ്തിഗാസയാണെങ്കിൽ ഇസ്തിഗാസ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും, ഒന്ന്. മറ്റൊന്ന് തമ്മിൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇസ്തിഗാസ ചെയ്യാം എന്നും പറയേണ്ടി വരും. അവരാണ് അള്ളാന്റെ പാർട്ടി, ഓരോ വിജയിക്കുള്ളൂ എന്നാണ് അള്ളാഹു തആല ശേഷം 56-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചതും. അപ്പൊ അത് എന്തല്ല, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടതല്ല. നബി വലിയ, നബിയുമായി വിലായത്ത് ഇപ്പോഴും വേണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ വിലായത്ത് നബി വിശ്വാസിയോട് ഔലയാണ്, ഏറ്റവും വിലായത്തുള്ളവരാണ്, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ആ വിലായത്ത് എന്തോ അത് നമ്മൾ നിലനിർത്തിയെങ്കിലേ മുഅ്മിനാവുള്ളൂ. റസൂലുമായുള്ള വിലായത്ത് ഇല്ലെങ്കിൽ മുഅ്മിനാവില്ല. ആ വിലായത്ത് ഇസ്തിഗാസയല്ല, ആ വിലായത്ത് ഇസ്തിഗാസയല്ല. നബിയെ സ്നേഹിക്കണം, അതൊരു വിലായത്താണ്. നബിയുടെ ആദർശം പിൻപറ്റണം, അതൊരു വിലായത്താണ്. നബിയുടെ ഓരോ രംഗത്തുമുള്ള അധ്യാപകരുടെ ജീവിതത്തിൽ പിൻപറ്റണം, അതൊരു വിലായത്താണ്. ഇങ്ങനെ നബിയുമായി എന്തെല്ലാം ഏതെല്ലാം വിലായത്തുണ്ടോ അതൊക്കെ നമ്മൾ നിലനിർത്തണം. ഈ ആയത്തിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചത് ലോകത്ത് ആദ്യം ഷിയാക്കളാണ്. ഷിയാക്കൾ ദുർവ്യാഖ്യാനിച്ചു. ഷിയാക്കൾ ആയത്തിൽ അർത്ഥം വെച്ചപ്പോൾ ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു, അല്ലാഹുവും റസൂലും മുഅ്മിനീങ്ങളും നിങ്ങളെ വലിയാണ്. ആ മുഅ്മിനീങ്ങൾക്ക് വിശേഷണം പറഞ്ഞു അല്ലാഹു. അതെന്താ? അല്ലദീന യുഖീമുനസ് സ്വലാത്ത വയുഊതൂനസ് സകാത്ത വഹും റാക്കിഊൻ. അല്ലദീന യുഖീമുനസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ, വയുഊതൂനസ് സകാത്ത്, സകാത്ത് കൊടുക്കുന്നവർ, വഹും റാക്കിഊൻ, റുകൂ ചെയ്യുന്നവരുമാണവർ. അത് ഓരർത്ഥം വെച്ചെന്താ? റുകൂ ചെയ്യുന്നവരായിരിക്കെ സകാത്ത് കൊടുത്തവർ, റുകൂയിലായിരിക്കെ സക്കാത്ത് കൊടുത്തവർ. അപ്പൊ റുകൂയിലായിരിക്കെ സക്കാത്ത് കൊടുത്ത ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ ഓലെയാണ് വലിയാക്കേണ്ടത്. അപ്പോൾ തപ്പിപ്പിടിച്ച് റുകൂയിലായിരിക്കെ സക്കാത്ത് കൊടുത്ത ആരാളുള്ളത്? അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട് എന്നൊരു കഥ ഉണ്ടാക്കി. അലി റളിയല്ലാഹു നിസ്കരിക്കുമ്പോൾ അദ്ദേഹം റുകൂയിലേക്ക് പോയ സമയത്ത് ഒരു യാചകൻ വന്നിട്ട് വല്ലതും തരുമോന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു റുകൂയിലാണ്. അപ്പൊ അദ്ദേഹത്തെ കയ്യിൽ ഒരു മോതിരുണ്ട്. അദ്ദേഹം റുക്കൂഴിൽ ആ കയ്യിനെ നീട്ടിക്കൊടുത്തു, ഓൻ ആ മോതിരം ഊരിട്ട് പോയി. അപ്പൊ എന്തായി? റുക്കൂഴിലായിരിക്കെ സക്കാത്ത് കൊടുത്തു. ആര്? അലി റളിയല്ലാഹു. അതുകൊണ്ട് വലിയ അലിയാണ്.
ഇന്നമാ വലിയുക്കുമുല്ലാ, നിങ്ങളെ വലിയ അല്ലാഹ്, വറസൂലുഹു, അവന്റെ റസൂല്, വല്ലദീന ആമനു, അലി. എന്തുകൊണ്ട് അലി? അലിയാണ് റുകൂഇലായിരിക്കെ സക്കാത്ത് കൊടുത്തവൻ, അതുകൊണ്ട് വലിയ അലിയാണ്. ശിയാക്കൾക്ക് തെളിവേല ഈ ആയത്ത്. അതുകൊണ്ട് ഷിയാക്കൾ അലിയോട് തേടുന്നു, അലിയോട് പ്രാർത്ഥിക്കുന്നു, അലിയോട് ഇസ്തിഗാസ ചെയ്യുന്നു, അലിന്റെ ഖബറിനെ പോകുന്നു, അലിയെ വലിയായി പ്രഖ്യാപിക്കുന്നു. ഈ ആയത്ത് വ്യാഖ്യാനിച്ചത് ആ സംഭവമോ ദഈഫാണ് താനും. അലി അള്ളാഹിനെ കുറിച്ച് സംഭവമുണ്ട്, ഒട്ടുമിക്ക തഫ്സീർ ഖുർത്തുബി, ഇബ്നു കസീർ, റാസി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ദഈഫാണ് എന്ന് പല പണ്ഡിതന്മാരും അവിടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ വലിയാക്കാൻ ഷിയാക്കൾ ഇത് തെളിവാക്കി. അതേ പാത പിൻപറ്റിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷിആയിസത്തിന് സൃഷ്ടിയായ സമസ്തക്കാര് ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചിട്ട് റബ്ബല്ലാത്തവരെ നമുക്ക് സഹായിയായി